കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സത്യസുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ നാമവുമില്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതമെന്ന് പറയുന്നത് വെറും ഒരു യാത്ര മാത്രമാണ്. ഓരോ ദിവസവും കഴിയും തോറും ജീവിത നാഴിക കല്ലുകളോട് നാം യാത്ര പറഞ്ഞുകൊണ്ട് ഏതോ ഒരു സമാപനത്തോട് കൂടുതലായി അടുക്കുന്നു. ഈ യാത്രയ്ക്ക് ജാതി മത വർണ്ണ വ്യത്യാസം ഒന്നുമില്ല. സകലരും ഒരുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാന നിമിഷത്തിൽ പൊടി പണ്ടുണ്ടായിരുന്നത് പോലെ നാം ഭൂമിയിലേക്ക് തിരികെ ചേരും. എന്നാൽ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു വരുവാൻ സമാഗതമായി. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. അങ്ങനെങ്കിൽ ആ യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുക. നിങ്ങളെ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? നിങ്ങൾ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണോ? ഇല്ലെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്. അങ്ങന്റെ പാപത്തിനു വേണ്ടി മരിച്ചു. അങ്ങ് എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിങ്ങളുടെ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു പൈതലായി തീരുവാൻ കഴിയും. ഇപ്രകാരം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ യേശു രണ്ടാമത് വരുവാൻ സമാഗതമായി. യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.